സുലൂക്ക് ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് മീൻ മണക്കുണ്ടല്ലോ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പോകുന്നത് ദുബായിലെ ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. നമ്മളവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞു ദുബായിലെ ഫിഷ് മാർക്കറ്റ് കാണേണ്ട ഒരു സംഭവം തന്നെയാണെന്ന്. അപ്പോൾ നമുക്ക് നാളെ പോകാനുള്ളതാണ്. പക്ഷേ ഒരുപാട് വർക്ക് ബാക്കിയുണ്ട്. എങ്കിലും ഫിഷ് മാർക്കറ്റ് കാണുന്ന കൊണ്ട് ഒരു നഷ്ടമാണെന്നുള്ളതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഒരുപാട് റൗണ്ടൊക്കെ അടിച്ച് ഫിഷ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ഉള്ളത് അതിൻ്റെ പാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫിഷ് മാർക്കറ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ പറഞ്ഞ മാതിരി കാണേണ്ട ഒരു സംഭവം തന്നെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഷ് മാർക്കറ്റിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റ് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകണം. ഇതിലാണ് ഇപ്പോൾ നമ്മൾ ഒമാനിന്നോട്ട് വന്നു. ഇതാ ഫിഷ് മാർക്കറ്റ് കാണാൻ വേണ്ടി ഉള്ളിലോട്ട് പോകണം. ഉപ്പ തന്നെ വീണേന്. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇതാണ് എൻട്രൻസ്. നല്ല തണുപ്പാണല്ലോ. ഫിഷ് മാർക്കറ്റ് ഇപ്പം മാർക്ക് പോകണമെങ്കിലല്ലോ. ഫിഷ് മാർക്കറ്റ് കയറുന്നതായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഒരു മാൾക്ക് കയറിയ ഒരു ഫീലിംഗ് ആണ്. നിറച്ച് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇത് മസാജിങ്ങിൻ്റെ അത് നമ്മൾ മാളിലൊക്കെ കയറുമ്പോഴുള്ള മാലാണ് ഉള്ളത്. നമ്മളെ അഷ്റഫ് സുമീർ സുലൈമാൻ എല്ലാവരും മുമ്പിലുണ്ട്. ATM കൗണ്ടർ ഫിഷ് മാർക്കറ്റിൻ്റെ ഇതാ. ഇത് ഫിഷ് കട്ട് ചെയ്യുന്ന ഏരിയ ഉണ്ടോ? ഇത് മേടിച്ചിട്ട് നമുക്ക് അവിടുന്ന് കട്ട് ചെയ്തിരിക്കണം. നമ്മൾ കണ്ടത് മീൻ കട്ട് ചെയ്യണ ഏരിയ കേട്ടോ. ഇതാണ് ഫിഷ് മാർക്കറ്റ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിനുള്ളിൽ തൊടണ്ട കേട്ടോ, തൊടണ്ട. വെത്തല് 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 കടിച്ചു കടിച്ചു ഒന്നുമില്ല. അച്ചാറ് വലിയ ഇത് കൈക്ക് പിടിച്ചാണോ? ആ കല്ല് നമ്മളെ നാട്ടിലെ നമ്മളെ ഫേവറേറ്റ് ആണ് കല്ലുമ്മ. ഇതെന്താ സാധനം? ജീവെള്ളം. അതെ, ജീവെള്ളം എന്താണ് കേട്ടോ. ആയക്കടലിൽ മനസ്സിലാക്കാൻ തന്നെ അറിയില്ല. ആയക്കടലിൽ നിണ്ടുന്നത്, ആയക്കടലിൽ ഉണ്ടെന്നാണ്. പിന്നെ നമ്മളെ നാട്ടിലെ കല്ലുമ്മക്കായ, നാട്ടിലല്ല ഒരു എന്താ അല്ല വലിയ ചെമ്മീൻ. ആയക്കടലിലും ചെമ്മീൻ. ഇത് ആയക്കടലിൽ മീനാണ് കേട്ടോ. ആയക്കടലിലെ എല്ലായിടത്തും കൊണ്ടല്ല.
എല്ലായിടത്തും പോലെ പോസിബിൾ അല്ല കേട്ടോ. ഒന്ന് കാണാൻ പറഞ്ഞേക്കെ എന്നാ പോയേക്കെ. ഇതാണ് തലവെട്ടി. ഇത് ഏത് ഇതിൻ്റെ തലാണ്? മീനിൻ്റെ വലുപ്പം തലയോട്ട്. ആമൂറടാ ആമൂറിന്റെ തല ഉണ്ടായി. നമ്മളെ ഈ മീൻ മാർക്കറ്റൊക്കെ ഫുള്ള് ചുറ്റി കാണിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴുള്ള സെമീറാക്ക നമ്മളെ സുഹൃത്താണ്, അതുപോലെ തന്നെ മൂപ്പരെ സുഹൃത്തും. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവരാണ് നമ്മളെ ഇത്രയും ദൂരം കൊണ്ടുവന്ന ദുബായത്തെ ഫിഷ് മാർക്കറ്റും ഫുൾ ഒരുവിധ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നത്. അടിപൊളി ആണ് നമ്മളെ ഫിഷ് മാർക്കറ്റ്. ഇത്രയും വൃത്തി നീറ്റൊക്കെ ഒരിക്കലും നമ്മളെ നാട്ടിലൊരു മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത്ര നീറ്റിലാണ് ദുബായത്തെ ഫിഷ് മാർക്കറ്റ്. നമുക്ക് ഓരോ ഭാഗത്ത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പോയി ഫുൾ വിശേഷങ്ങൾ നോക്കാം. അക്വറി ഉണ്ടല്ലേ, അതാണ് നമ്മളെ ആവശ്യം. ഇത് മേടിച്ചാൽ മതിയോ മീന്? സെമീറൊക്കെ അങ്ങോട്ട് പോകാൻ നല്ല ജീവനുള്ള മീനിനൊക്കെ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടേക്ക് പോകണ വയ്ക്കൽ നമ്മളിവിടെ നല്ല അലങ്കാര മത്സ്യങ്ങൾ കണ്ടപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി നിന്ന് പോയത് കേട്ടോ. ഈ ചുറ്റുമൊന്നും വിൽക്കാനുള്ള നല്ല അലങ്കാര മത്സ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല വെറൈറ്റി അടിപൊളി ജീവനുള്ള ഫിഷുകൾ കാണുന്നു കേട്ടോ. ഓരോന്നൊക്കെ കാണില്ലേ, ഇതൊക്കെ ചെമ്മീനാണ്. പിന്നെ ഓരോ വെറൈറ്റി നമ്മൾ ഇന്നേ വരെ കാണാത്ത പല ടൈപ്പ് ഫിഷുകളാണ് ഇവിടെ ജീവനോടെ അക്വാറിയത്തിലെ കാണുന്നത്. ഇതിന് 158 എയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതെന്താ സിക്യൂരിറ്റി ചെച്ചിന് കടിക്കാക്കാനല്ലേ? ഇത് ഓഫായി. ജീവനുള്ള എന്താണ് എന്ത് സാധനം? എൻ്റെ ജീവന ചെമ്മീന ആക്കടലെ ചെമ്മീനുണ്ടോ? അത്രക്ക് ഓക്സിജൻ വേണ്ട. അതിന് വരാം 215 എടുത്താലുണ്ട് അതിന് വരുന്നത്. സോറി 215 ദിർഹം. ഈ സാധനത്തിന് കാണാൻ രസമുണ്ട്. ഇതൊക്കെ ഈ ജീവനുള്ളതൊക്കെ വിൽപ്പനയൊക്കെ ഉള്ളതാണ്. അതാണ് അതിൻ്റെ ദിർഹത്താണ് കിലോന് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ ഓരോ കിലോൻ്റെ പ്രൈസാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഏകദേശം നാട്ടിലെ 3500 6000 റുപ്യ ഒക്കെ ലെവലിലാണ് വരുന്നത് കിലോന്. ഇതാ പൊളിച്ചിട്ടുള്ള മീനല്ല, ചെമ്മീന് കടലിൻ്റെ അടിയിലുള്ള മീനുകളാണ്. അതിനാ പൊളിച്ച് സാധാ നമ്മുടെ ചെമ്മീന് അതിന് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരുപാട് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് പറഞ്ഞ ഒരു സംഭവം തന്നെ ഉണ്ട്. നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് ഒരുപാട് കിലോമീറ്ററുകളൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ കാണാനുള്ള ഒരു മുതലൊക്കെ ഉണ്ട് ദുബായിൽ ഫിഷ് മാർക്കറ്റ്. നമ്മൾ കാണാൻ താല്പര്യം അധികം ഇല്ലായിരുന്നു. ചെന്നൈക്കാർ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് പറഞ്ഞപ്പോൾ നമ്മളോട് വന്നത്. കാണാനുള്ള ഒരു വിശാലമായൊരു നമ്മുടെ നാട്ടിൽ മാള് പോലെ കണ്ടോ. ഇവർക്ക് വിശാലമായിട്ട് ഒരുപാട് കൗണ്ടറൊക്കെ ഉള്ളത്. അത് നല്ല വലിയ നമ്മളെന്നാലും നാട്ടിൽ കാണാത്തൊക്കെ വെറൈറ്റി മീനുകൾ ജീവനുള്ളതൊക്കെയാണ്. നമ്മളിപ്പോൾ ഒരു ഭാഗം കൗണ്ട് ചെയ്ത് അങ്ങനെ നടന്ന് കഴിഞ്ഞു. ഈ പരിസരത്ത് മൊത്തം തന്നെയാണ്. നാട്ടിലാണ്
ഓപ്പം നാട്ടിലാണ്. ഓൻ്റെ ഇതെങ്ങനെ ഇതാണ് ഓൻ നാട്ടു പോയതെന്തോ കാലിയൊക്കെ അല്ല നാട്ടിലിപ്പോൾ അത് തന്നെയാണ്. അല്ല അലങ്കാരം അലങ്കരിച്ച് വെച്ചിട്ടുള്ള മീൻ അത് അലങ്കരിച്ച് വെച്ചിട്ടുള്ള അലങ്കരിച്ച് അടിപൊളിയാക്കി കല്ലക്കായ നല്ല അലങ്കരിച്ച് അത് മുഴുവൻ മത്തി നമ്മുടെ നാട്ടിലെ കുഞ്ഞമത്തി നമ്മളാ കാണില്ല. നമ്മളെ മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള കാഴ്ച ഉണ്ടോ, ഉണക്കമീനുകൾ. എല്ലാവിധ ഉണക്കമീനും ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മീൻ മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്ത് ബത്തലിൻ്റെ ഉണക്കൽ, അങ്ങനെ ഓരോ ഉണക്കൽ, നാട്ടിലെ മാന്തള, മുള്ളന്, ഫുള്ള് 3-4 കൗണ്ടറാണ് കേട്ടോ ഇവിടെ ഉണക്കമീനിൻ്റെ. ഈ ഭാഗത്തൊക്കെ ഉണക്കമീനിൻ്റെ കൗണ്ടറാണ്. നമുക്ക് ഞങ്ങളുടെ പുറത്തുള്ള ഇതിലൂടെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഉണക്കൻ്റെ ഭാഗത്ത് കൂടെ ഏകദേശം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണേ. അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫിഷ് മാർക്കറ്റിൻ്റെ വീഡിയോ നമ്മൾ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. voilà.